അപ്പോൾ ഫ്രീലാൻസ് വെബ് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഫ്രീലാൻസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. വൺ, പിക്കിംഗ് ദ റൈറ്റ് ക്ലയൻറ്റ്. നിങ്ങൾക്ക് പറ്റിയ റൈറ്റ് ക്ലയൻറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. കാരണം രണ്ട് തരത്തിലുള്ള ക്ലയൻറ്റുകളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് റൈറ്റ് എമൗണ്ട് ഓഫ് പ്രഷർ നിങ്ങൾക്ക് ഡീസൻറ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ് പേ തരും, നല്ലൊരു എമൗണ്ട് തരും, അതിനുള്ള പണിയും തരുള്ളൂ. അത്ര എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ഇഫ് യു ആർ എ ബിഗിനർ. പക്ഷേ രണ്ടാമത്തെ ക്ലയൻറ്റ് അല്ലെങ്കിൽ ദ ക്ലയൻറ്റ് ഹൂ ഇസ് ഡിമാൻഡിങ് മോർ ഫ്രം യു വിത്ത് വെരി ലെസ് ബഡ്ജറ്റ്. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് കുറവായിരിക്കും അവരിൽ, പക്ഷെ നമ്മളുടെ നിന്ന് കൂടുതൽ ഡിമാൻഡ് ചെയ്യും, എക്സ്പെക്ട് ചെയ്യും, നമ്മൾ കൂടുതൽ സമയം എടുക്കും, നമ്മുടെ കൂടുതൽ റിസോഴ്സസ് അവർക്ക് വേണ്ടി വരും. അങ്ങനത്തെ ക്ലയൻറ്റിനെ ചൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം നമ്മളൊരു പ്രൊജക്റ്റിന് സൈനപ്പ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം നമ്മളിൽ നിന്ന് നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനുള്ള അതിനുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ പേയ്മെന്റ് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടൂല. ഈവൻ ഇഫ് നിങ്ങൾ എങ്ങാനും കുറച്ച് പൈസ കൂട്ടി പറഞ്ഞു, പക്ഷെ ലാസ്റ്റ് കിട്ടുന്ന ടൈം ആകുമ്പോഴത്തേനും എന്തെങ്കിലും കാരണം പറഞ്ഞു അവരത് കുറയ്ക്കും, അല്ലെങ്കിൽ ആ തന്ന പൈസനേക്കാളും കൂടുതൽ പണി നിങ്ങളെ കൊണ്ട് എടുപ്പിക്കും. അതായത് ഒരു 15,000 വർക്ക് ആണെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു 30,000 പണി അവിടെ എടുപ്പിക്കും. അപ്പൊ അങ്ങനെ പോയിട്ട് പെടാണ്ടിരിക്കുക. പിന്നെ എന്തുകൊണ്ട് ഫ്രീലാൻസ് ചെയ്യണം? ഇത് എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ജോബിൽ കയറിയ പോലെ ഒരു ഫ്രീലാൻസ് എന്തിനാ ചെയ്യാൻ? ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു ഫ്രീലാൻസ് വർക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും. കാരണം പിന്നെ എനിക്ക് കൂടുതൽ ഫ്രീലാൻസ് വർക്ക് ചെയ്യാനാണ് താല്പര്യം. ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെയായിരുന്നു. കാരണം ഒരു കമ്പനിയിലെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ചെറിയ പാർട്ടിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അതങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അസൈൻ ചെയ്യാം. ഒരു വലിയൊരു വെബ്സൈറ്റിൻ്റെ ഒരു ലോഗിൻ പോർട്ടലോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ സംഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് വർക്ക് ആയിട്ട് തരാം. അതേസമയം നിങ്ങൾ ഫ്രീലാൻസ് വർക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ A to Z, ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് തൊട്ട് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും. മെയിനായിട്ട് പിന്നെ അതിലെന്തൊക്കെ പഠിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെങ്ങനെ ഇപ്പോൾ ടൈം നിങ്ങൾക്ക് ഡെഡ് ലൈനിലേക്കും ഒരു ടൈം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ടൈം പീരീഡിനുള്ളിൽ പ്രൊജക്റ്റ് തീർക്കണം എന്നുള്ള ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. പിന്നെ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗ് പിക്ചർ ഐഡിയ കിട്ടും. എങ്ങനെയാണ് പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ കസ്റ്റമേഴ്സ് ആരാണ്, ഹൗ ഇസ് ദാറ്റ് ബിസിനസ് റണ്ണിങ്, അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളായിരിക്കും ഓൾ ഇൻ ഓൾ. സെയിൽസിന് കോൾ എടുക്കാൻ ഒരാൾ അല്ലെങ്കിൽ നെഗോസിയേഷൻ ഒരാൾ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളാണ് ക്ലയൻറ്റിൻ്റെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളാണ് സെയിൽ ക്ലോസ് ചെയ്യുന്നത്, നിങ്ങളാണ് എല്ലാം അവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സെയിൽസ്, നെഗോസിയേഷൻ, ക്ലയൻറ്റ് മാനേജ്മെൻറ്റ്, മീറ്റിംഗ് ഡെഡ് ലൈൻസ്, ഇതൊക്കെ നിങ്ങൾ സ്വന്തം പഠിക്കും. പിന്നെ നമ്മളെല്ലാവരും ഒരു ജോലിയിൽ കയറിയിട്ട് വർക്ക് ചെയ്ത് അടുത്ത ജോലിയിലേക്ക് ജമ്പ് ചെയ്ത് സ്വിച്ച് ചെയ്യുമ്പോൾ ഓക്കെ, ഇറ്റ്സ് എ ഫെയർ ഡീൽ. ബട്ട് ഒരു പ്രൊജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത പ്രൊജക്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ അളവ് വളരെ വ്യത്യാസമായിരിക്കും. പ്രൊജക്റ്റിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ സെയിം ഫീൽഡിൽ അല്ലെങ്കിൽ ഏകദേശം സെയിം കൈൻഡ് ഓഫ് ജോബിലായിരിക്കുമല്ലോ നമ്മൾ പോവുക, വിത്ത് ബെറ്റർ പാക്കേജ് ഒബ്വിയസ്ലി. പക്ഷേ പ്രൊജക്റ്റ് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പ്രൊജക്റ്റ് സെയിം ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ആയിരിക്കില്ല നാളെ കിട്ടുക, ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട സ്കിൽ സെറ്റ്സും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ദാറ്റ്സ് ഓൾ.